ശമ്പള കുടിശ്ശിക 4 ലക്ഷം. ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. പള്ളിക്കുറുപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രൻ. കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. ദേവസ്വം ബോർഡിനോട് അപേക്ഷിച്ചിട്ടും ഫണ്ട് ലഭിക്കാത്തതിനാലാണ് കുടിശ്ശിക വന്നതെന്നാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ഇതിനു മുന്നേ തന്നെ ഈ പൈസ നമുക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ആൾ ഇത്രയും മോശപ്പെട്ട കണ്ടീഷനിലേക്ക് ഒരിക്കലും പോയില്ലായിരുന്നു. കാരണം ഡയാലിസിസ് തുടങ്ങിയിട്ട് ആദ്യം ഒരു വട്ടമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ 1.5 വർഷത്തോളം ഈ കിഡ്നി പ്രശ്നം തുടങ്ങിയിട്ട് അതിൽ 1 വർഷമായി നമ്മൾ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഒന്നായിരുന്നു, ആഴ്ചയിൽ 1 വട്ടമായിരുന്നു ഡയാലിസിസ് ചെയ്തിരുന്നത്. പിന്നെ അത് 2 തവണയായി കൂടി. അപ്പോൾ ഈ 2 തവണ ആയപ്പോൾ നമുക്ക് സാമ്പത്തിക സഹിതം പറ്റ മോശമാകാൻ തുടങ്ങി. കാരണം അമ്മ ഹൗസ് വൈഫാണ്, അച്ഛനാണിപ്പോൾ ശമ്പളം കിട്ടണില്ലല്ലോ. അച്ഛനും മാത്രമല്ല 8ഓളം ജീവനക്കാർ അവിടെ അമ്പലത്തോളം സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും പാടെ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കേസിന് മുന്നോട്ട് കൊണ്ടുപോയത്. പരമാവധി നമുക്ക് ഇവിടെ അമ്പലത്തിൽ അറിയിച്ചിട്ട് അവർ വഴിയും ആണ് ഇത് അവരെ അറിയിച്ചത്. മലബാർ ദേവസ്വം ബോർഡിൽ കംപ്ലയിൻറ്റ് കാര്യം ചെയ്ത് അപ്പോഴും ഒരു വിവരം കിട്ടിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പണമില്ലാത്തത് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. ശമ്പള കുടിശ്ശികയാണ് അവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ചികിത്സയ്ക്കായി അങ്ങോട്ട് പോയി പണം ചോദിക്കുന്നതല്ല. ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ അതിടത്തെങ്കിലും ചികിത്സിക്കാമായിരുന്നല്ലോ. ചന്ദ്രന്റെ മരണത്തിൽ നേരിട്ട് തന്നെ ബോർഡിന് ഉത്തരവാദിത്തമുള്ള ഒരു സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത്? സുജി, അതായത് 1996 പള്ളിക്കുറുപ്പ് സ്വദേശിയായിട്ടുള്ള ചന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായി ജോലിക്ക് പ്രവേശിക്കുന്നത്. പള്ളിക്കുറുപ്പ് തന്നെയുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രൻ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ 2010 ഈ ശമ്പള കുടിശ്ശിക വരുന്നത്. അത് പിന്നീട് 5 വർഷത്തോളം നീണ്ടു. 2010 മുതൽ 15 വരെ ശമ്പള കുടിശ്ശിക തുടർച്ചയായി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏകദേശം 3 ലക്ഷത്തോളം രൂപയാണ് ആ 5 വർഷം കൊണ്ട് ചന്ദ്രന് ശമ്പള കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ക്ഷേത്രത്തിന് സർക്കാർ ഗ്രാന്റ് നൽകുന്ന സമയത്തെല്ലാം ശമ്പളം കൃത്യമായി ലഭിച്ചു. പക്ഷേ ഈ കുടിശ്ശിക അപ്പോഴും അവിടെ തന്നെ കടന്നു. ആ സമയത്തുണ്ടായിരുന്ന ബാധ്യതകളും കടവും എല്ലാം പിന്നീട് പെരുകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ചന്ദ്രന് പിന്നീട് ഇത്തരത്തിൽ വൃക്കരോഗം ഉൾപ്പെടെ പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രമേഹം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഡയാലിസിസ് ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തുക ഇല്ലാത്തത് കൊണ്ട് തന്നെ ചികിത്സ പല സമയത്തും വഴിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ചന്ദ്രനും ചന്ദ്രൻ്റെ കുടുംബവും അനുഭവിച്ചിരുന്നത്. യഥാസമയം ചികിത്സ നൽകണമെങ്കിൽ തുക അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ സാമ്പത്തികമായ എന്തെങ്കിലും പണം വേണമായിരുന്നു. പക്ഷേ നേരത്തെ ഈ ശമ്പള കുടിശ്ശിക എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് കടം വാങ്ങിയെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ചന്ദ്രൻ്റെ കുടുംബം നേരിട്ടിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്നതാണ് ചന്ദ്രൻ്റെ കുടുംബം. ഇതിനകത്താണ് ചന്ദ്രനും ഭാര്യയും മക്കളും ചന്ദ്രൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ 12 ആളുകൾ താമസിച്ചിരുന്നത്. ഒരു SC കുടുംബമാണ്. ആ കുടുംബമാണ് ഇത്തരത്തിലൊരു ദുരിതം നേരിടുകയും ചെയ്തത്. ഇതിനുശേഷം 2024 വീണ്ടും ഒരു ശമ്പള കുടിശ്ശിക വരുന്നു. ആ സമയത്ത് ഏകദേശം 1,95,000 രൂപ ശമ്പള കുടിശ്ശികയായി ചന്ദ്രന് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഏകദേശം 4 ലക്ഷത്തിലധികം രൂപയാണ് ഇവിടെ ചന്ദ്രന് കിട്ടേണ്ട പണമാണ്. ചന്ദ്രൻ ജോലി ചെയ്തതിന്റെ പണമാണ്. ഇക്ബാൽ, അവിടെ ചന്ദ്രൻ ജോലി ചെയ്തതിന്റെ പണമാണ് ചന്ദ്രന് കിട്ടാതെ പോയത്. ചന്ദ്രന് ഒരാൾ ജോലി ചെയ്യുന്ന ശമ്പളം കിട്ടുന്ന ആ പണം അയാൾക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, സ്വന്തം വീടിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ആ ജോലി ചെയ്തതിൽ തന്നെ എന്താണ് അർത്ഥമുള്ളത് ഇക്ബാൽ? അതാണ് സുജിയ, അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്രത്തോളം ഒരു കുടിശ്ശിക നിൽക്കുന്നു. ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രൻ്റെ ഈ ആരോഗ്യമെങ്കിലും നോക്കാമായിരുന്നു. കാരണം വലിയ രീതിയിൽ ചികിത്സ വേണ്ട ഒരു സമയത്ത് പോലും ചന്ദ്രനും കുടുംബവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. പല തവണ മലബാർ ദേവസ്വം ബോർഡിനോടും ക്ഷേത്രം ഭാരവാഹികളോടും ഈ ശമ്പള കുടിശ്ശിക മാറ്റിത്തരണം, എത്രയും പെട്ടെന്ന് തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ അപേക്ഷ നൽകിയതാണ്. പക്ഷേ തുക ലഭിച്ചില്ല. ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഈ മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് തുക അനുവദിക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചത് എന്നുള്ളതാണ്. മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത് ക്ഷേത്രത്തിന് സ്വന്തമായി വരുമാനമുണ്ട്. അപ്പോൾ ആ വരുമാന പ്രകാരം അവരാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടത്. അല്ലാതെ ഗ്രാന്റ് നൽകേണ്ട സ്ഥിതിയോ അല്ലെങ്കിൽ സർക്കാർ സഹായം ക്ഷേത്രത്തിന് നൽകേണ്ട സ്ഥിതിയോ നിലവിൽ ഇല്ല. ക്ഷേത്രത്തിൻ്റെ അതായത് മലബാർ ദേവസ്വം ബോർഡ് ചട്ടപ്രകാരം വരുമാനമുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ക്ഷേത്രം അധികാരികളാണ് ശമ്പളം നൽകേണ്ടതെന്നുള്ളതാണ് മലബാർ ദേവസ്വം അവരുടെ ഒരു വിശദീകരണമായി ഈ വിഷയത്തിൽ നൽകുന്നത്. പക്ഷേ ആരാണെങ്കിലും
ചന്ദ്രൻ്റെ കുടുംബമാണ് ഇപ്പോൾ അനാഥമായിട്ടുള്ളത്. കാരണം കൃത്യമായി തുക ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ശസ്ത്രക്രിയ നടത്തി ചന്ദ്രനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമായിരുന്നു. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് ചന്ദ്രന് ഈ രോഗം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ ചന്ദ്രനെ എത്തിക്കുന്നു. ആ സമയത്ത് ശസ്ത്രക്രിയ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് പണമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചന്ദ്രനെ മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയായിരുന്നു. ചന്ദ്രൻ്റെ മക്കൾ നേരത്തെ തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ്. ആ സമയത്ത് അവർ ആ തുക ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ രക്ഷിക്കാമായിരുന്നു എന്ന് ആ മക്കൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഈ തുക ലഭിച്ചിരുന്നെങ്കിൽ ചികിത്സ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. തീർച്ചയായിട്ടും പറ്റിയിരുന്നു. നമുക്ക് നല്ല രീതിക്ക് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊരു മോശപ്പെട്ട കണ്ടീഷനിലേക്ക് ഒരിക്കലും അച്ഛനാവില്ലായിരുന്നു. മുന്നേ തന്നെ നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ ചികിത്സയ്ക്കെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ചികിത്സിക്കായിരുന്നു. അതിനൊന്നും പറ്റാണ്ടായി. പരമായി നമ്മൾ ചോദിച്ചാണ് അവൻ്റെ അടുത്ത് പൈസയുടെ കാര്യം. ശമ്പള കുടിശ്ശിക ഉണ്ടായ സമയത്ത് ഒരുപാട് കടബാധ്യത എല്ലാം കൂടിയല്ലേ? നല്ല രീതിയിൽ കൂടി. നമ്മൾ ചോദിക്കാൻ ആരതും ബാക്കിയില്ല പൈസ കാര്യം. എല്ലാവരും ചോദിച്ചാണ്. അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. ഇത് ഒരു ചന്ദ്രൻ്റെ മാത്രം ഒരു അവസ്ഥയല്ല. ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മഹാവിഷ്ണു ക്ഷേത്രം, അതായത് പള്ളിക്കുറുപ്പിലെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജോലി ചെയ്യുന്ന 8ഓളം ജീവനക്കാർ സമാനമായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കൊപ്പം ഈ ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു ജീവനക്കാരൻ സുരേഷ് ചേരുന്നുണ്ട്. സുരേഷിന് 2024 മുതൽ ഏകദേശം 1,91,000 രൂപ ഇനിയും കിട്ടാനുണ്ടല്ലേ? ഇല്ല, 1 ലക്ഷത്തോളമാണ് കിട്ടില്ല. 1,91,000 ചന്ദ്രേട്ടനാണ് കിട്ടാനുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രം ആയതുകൊണ്ട് 30% നമ്മൾ അമ്പലത്തിൽ നിന്ന് എടുത്ത് ബാക്കി 70 തരേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതാണ് റൂള്. പിന്നെ എന്താ വെച്ചാൽ HRNC ആക്ട് ആണ് ഇവിടെ ഈ മലബാറിലുള്ളത് എന്നുള്ളത് കൊണ്ട് പിന്നെ ആ നിയമം മാറ്റാത്തത് കൊണ്ട് എന്താണെന്നറിയില്ല. ജീവനക്കാരൻ പണിയെടുത്തു കഴിഞ്ഞാൽ ജീവനക്കാരൻ പൈസയ്ക്കും പിന്നാലെ നടക്കണമെന്ന് പറയുന്ന സിസ്റ്റം ശരിയല്ല. ജീവനക്കാരന് പണിയെടുത്താൽ അത് തരേണ്ടത് ബാധ്യത പിന്നെ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിൻ്റെ അതോറിറ്റി ആയിട്ടിരിക്കുന്ന പിന്നെ മലബാർ ദേവസ്വം ബോർഡിനും. അത് എന്തായിരുന്നു ജോലി? ഞാൻ സൂപ്പർവൈസറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ തന്നെ. എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ചന്ദ്രേട്ടനും. അദ്ദേഹം 28 വർഷമായി, ഞാൻ 16 വർഷമായി. ഈ കുടിശ്ശിക സമ്പ്രദായത്തിലാണ് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. കുടിശ്ശിക നിങ്ങൾ തീർക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ക്ഷേത്രം ഭാരവാഹികളോ അല്ലെങ്കിൽ മലബാർ ദേവസ്വം പറയുന്നൊരു മറുപടി എന്താണ് യഥാർത്ഥത്തിൽ? മലബാർ ദേവസ്വം ബോർഡ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് ഗ്രേഡുകൾ തിരിച്ചിട്ടാണ്. ഇത് 4th ഗ്രേഡിലാണ്. 4th ഗ്രേഡിൽപ്പെട്ട ഒരു ക്ഷേത്രത്തിന് 70% ശമ്പളം നൽകേണ്ട ബാധ്യത ദേവസ്വം ബോർഡിന് തന്നെയാണ്, മലബാർ ദേവസ്വം ബോർഡിനാണ്. അത് പ്രകാരം 30% കൃത്യമായ നിയമവശങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ചികിത്സയ്ക്ക് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രന് താൻ പണിയെടുത്ത തുക പ്രയോജനപ്പെട്ടില്ല. ഈ കുടിശ്ശികയിൽ പങ്കില്ല എന്ന് ദേവസ്വം ബോർഡ് ചന്ദ്രന് നേരിട്ട അനീതിയുടെ ആഴം എത്രയെന്ന് വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ ഇക്ബാൽ ചൂണ്ടിക്കാട്ടിയ കുടുംബാംഗങ്ങളുടെ പ്രതികരണമടക്കം.